നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കോട്ടയം ബേക്കർ മെമ്മോറിയൽ സ്കൂളിലെ കവർച്ച. 2 പേർ പിടിയിലായത് കൊല്ലം സ്വദേശികൾ. പ്രതികളെ സ്കൂളിലെത്തിച്ച് തെളിവെടുത്തു. നവകേരള സദസ്. നിവേദനങ്ങളിൽ തീർപ്പുണ്ടാക്കാൻ അടിയന്തര നടപടികളെടുക്കുമെന്ന് മന്ത്രി VN വാസവൻ. കോർഡിനേഷൻ ഉറപ്പാക്കി മുന്നോട്ടു പോകണമെന്നും മന്ത്രി. വീണ്ടും അപകട പരമ്പര. പാലാ പള്ളിയാമ്പുറത്ത് ബൈക്കിൽ കാറിടിച്ച് യുവാവ് മരിച്ചു. മരിച്ചത് അമനകര സ്വദേശി ബിബിൻ. പൈകയ്ക്ക് സമീപം ബൈക്കും ആംബുലൻസും കൂട്ടിയിടിച്ച് കാഞ്ഞിരപ്പള്ളി ഇടക്കുന്നം സ്വദേശികൾക്ക് പരിക്ക്. വാർത്തകൾ വിശദമായി. കോട്ടയം ബേക്കർ മെമ്മോറിയൽ സ്കൂളിൽ കവർച്ച നടത്തിയ 2 പേരെ കോട്ടയം വെസ്റ്റ് പോലീസ് പിടികൂടി. കൊല്ലം സ്വദേശികളായ സുധീദാസ്, വിനോജ് എന്നിവരാണ് പിടിയിലായത്. പ്രതികളെ സ്കൂളിൽ എത്തിച്ച് തെളിവെടുത്തു. കോട്ടയത്ത് ബേക്കർ മെമ്മോറിയൽ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ മോഷണം നടത്തിയ 2 പേരെ കോട്ടയം വെസ്റ്റ് പോലീസ് പിടികൂടി. കൊല്ലം സ്വദേശികളായ സുധീദാസ്, വിനോജ് എന്നിവരെയാണ് പോലീസ് കൊല്ലത്തു നിന്നും പിടികൂടിയത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 2:30 പ്രതികളെ സ്കൂളിൽ എത്തിച്ച് തെളിവെടുത്തു. ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറി സ്കൂളുകളിലുമായി സ്ഥാപിച്ചിരുന്ന നിരീക്ഷണ ക്യാമറകളുടെ 2 DVR യൂണിറ്റുകൾ, അധ്യാപകരുടെ ബാഗുകൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി വിദ്യാർത്ഥിനികൾ നിക്ഷേപിക്കുന്ന ചാരിറ്റി ബോക്സുകൾ, 2 ഡിജിറ്റൽ ക്യാമറ എന്നിവയാണ് ഇവർ മോഷ്ടിച്ചത്. അന്വേഷണത്തിനിടെ മോഷ്ടാക്കൾ സ്കൂൾ വളപ്പിലെ കിണറ്റിൽ ഉപേക്ഷിച്ച നിരീക്ഷണ ക്യാമറയുടെ DVR കണ്ടെത്തിയിരുന്നു. ജില്ലയിൽ നടന്ന നിരവധി മോഷണങ്ങളിലും ഇവർക്ക് പങ്കുണ്ടെന്ന സംശയമുള്ളതിനാൽ പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. നവകേരള സദസ്സിലെ നിവേദനങ്ങൾ പരിഹരിക്കുന്നതിലെ പുരോഗതി വിലയിരുത്തുന്നതിനായി കോട്ടയത്ത് സഹകരണ വകുപ്പ് മന്ത്രി VN വാസവന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. നിവേദനങ്ങളിൽ തീർപ്പുണ്ടാക്കാൻ അടിയന്തര നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞു. കോട്ടയം ജില്ലയിലെ നവകേരള സദസ്സിൽ ലഭിച്ച നിവേദനങ്ങളിൽ ഇനിയും തീർപ്പ് കൽപ്പിക്കാനുള്ളവ പരിഹരിക്കാൻ അടിയന്തര നടപടികളെടുത്ത് മുന്നോട്ടു പോകാൻ സഹകരണ തുറമുഖം വകുപ്പ് മന്ത്രി VN വാസവന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. പൊതുവിൽ എല്ലാ വകുപ്പുകളും പരാതികൾ പരിഹരിക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്തുവെന്നാണ് അവലോകനത്തിൽ വ്യക്തമായതെന്ന് ജില്ലാ ആസൂത്രണ സമിതി സെക്രട്ടേറിയറ്റ് മന്ദിരത്തിലെ ഹാളിൽ ചേർന്ന യോഗത്തിൽ VN വാസവൻ പറഞ്ഞു. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് കോട്ടയം ജില്ലയിൽ 42,656 നിവേദനങ്ങളാണ് ലഭിച്ചത്. ഒരു നിവേദനത്തിലുള്ള ഒന്നിലധികം പരാതികൾ അടക്കം വിഷയാടിസ്ഥാനത്തിൽ തിരിച്ചപ്പോൾ 43,308 അപേക്ഷകളായിട്ടുണ്ട്. ഇവയിൽ ഭൂരിഭാഗം അപേക്ഷകളിലും നടപടികൾ പുരോഗമിക്കുകയാണ്. 3,024 നിവേദനങ്ങളിൽ തീർപ്പ് കൽപ്പിച്ച് നവകേരള പോർട്ടലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പരാതികൾ പരിഹരിക്കാൻ ഓരോ വകുപ്പിനും ഓരോ നോഡൽ ഓഫീസറെ നിശ്ചയിച്ചിട്ടുണ്ട്. നോഡൽ ഓഫീസർ അപേക്ഷകളിലെ നടപടികളുടെ പുരോഗതി ദിവസവും വിലയിരുത്തി ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകും. ഒന്നിലേറെ വകുപ്പുകൾ ഇടപെട്ട് തീർപ്പാക്കേണ്ട വിഷയങ്ങൾ ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ട് കോർഡിനേഷൻ ഉറപ്പാക്കി മുന്നോട്ടു പോകണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോ നോഡൽ ഓഫീസറെ നിശ്ചയിച്ചു. ആ നോഡൽ ഓഫീസർ ദൈനംദിന പരാതികളുടെ പരിഹാരത്തിന്റെ പ്രോഗ്രസ് പരിശോധിച്ചുകൊണ്ടിരിക്കും. അത് ഡിസ്ട്രിക്ട് കളക്ടർക്ക് റിപ്പോർട്ട് ചെയ്യും. അതോടൊപ്പം തന്നെ ഈ കാര്യത്തിൽ പരിഹരിക്കാൻ കഴിയാത്തതായിട്ടുള്ള നിവേദനങ്ങളോ അപേക്ഷകളോ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടത് കഴിയുന്നില്ല, വ്യക്തമായി ആ അപേക്ഷകനെ ബോധ്യപ്പെടുന്ന രൂപത്തിലുള്ള മറുപടിയായിരിക്കണം കൊടുക്കേണ്ടത്. മറ്റു ചിലത് ജില്ലകളിൽ മാത്രമായി പരിഹരിക്കാൻ കഴിയാത്തത് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റോ ക്യാബിനറ്റ് ഡിസിഷനോ വേണ്ട എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റിനും ഒപ്പം മുകളിലേക്കും അത്തരം കാര്യങ്ങൾ ശുപാർശ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഇവിടെ നിലവിൽ പരിഹരിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രമായി പരിഹരിക്കാൻ കഴിയാത്ത ചില പ്രശ്നങ്ങളുണ്ട്. ഒന്നിലേറെ ഡിപ്പാർട്ട്മെന്റുകൾ ഇടപെടേണ്ടതായ ചില വിഷയങ്ങളുണ്ട്. അത്തരം കേസുകൾ കളക്ടറുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിന്റെ കോർഡിനേഷൻ ഉറപ്പാക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഞങ്ങൾ ഇപ്പോൾ നിർദ്ദേശിച്ചു. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് കിട്ടിയ മുഴുവൻ അപേക്ഷകളോടും പ്രതികരിക്കുന്ന രൂപത്തിലാണ് സംസ്ഥാന സർക്കാർ നടപടിയെന്നും മന്ത്രി പറഞ്ഞു. ആവശ്യമെങ്കിൽ താലൂക്ക് തലത്തിൽ അദാലത്തുകൾ നടത്തി അപേക്ഷകളിൽ തീർപ്പുണ്ടാക്കണമെന്ന് ജില്ലയിലെ അപേക്ഷകൾ തീർപ്പാക്കുന്നതിൽ മേൽനോട്ടം വഹിക്കുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി മിനി ആന്റണി പറഞ്ഞു. ജില്ലാ കളക്ടർ V വിഘ്നേശ്വരി, ജില്ലാ പോലീസ് മേധാവി K കാർത്തിക്, അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് G നിർമ്മൽകുമാർ, ജില്ലാതല ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലാ പള്ളിയാമ്പുറത്ത് അമ്പലത്തിന് സമീപം ബൈക്കിൽ കാറിടിച്ച് വിദ്യാർത്ഥി മരിച്ചു. അമനകര സ്വദേശി ബിബിൻ സാബുവാണ് മരിച്ചത്. 18 വയസ്സായിരുന്നു. രാമപുരം കൂത്താട്ടുകുളം റോഡിൽ പള്ളിയാമ്പുറത്ത് അമ്പലത്തിന് സമീപം കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനായ യുവാവ് മരിച്ചു. അമനകര കാഞ്ഞിരത്തിങ്കൽ ബിബിൻ ബാബുവാണ് മരിച്ചത്. 18 വയസ്സായിരുന്നു. ബുധനാഴ്ച രാവിലെ 6:30 അപകടം. രാമപുരത്തു നിന്നും അമനകരയിലേക്ക് പോകുകയായിരുന്ന ബിബിനെ എതിരെ വന്ന കാർ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽപ്പെട്ട കാറിൽ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ന്യൂസ് ബ്യൂറോ, പാലാ. പാലായ്ക്ക് സമീപം പൈകയിൽ ആംബുലൻസും ബൈക്കും കൂട്ടിയിടിച്ച അപകടം.
ഇടക്കുന്നം സ്വദേശികളായ അച്ഛനും മകനും പരിക്കേറ്റു. പാലാ പൊൻകുന്നം റൂട്ടിൽ പൈകയ്ക്ക് സമീപം ആംബുലൻസും ബൈക്കും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. കാഞ്ഞിരപ്പള്ളി ഇടക്കുന്നം സ്വദേശികളായ ബഷീർ, മകൻ സുഹാസ് ബഷീർ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ ചേർപ്പുങ്കൽ മാർസ്ലിവ മെഡിസിറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12:30യോടെയായിരുന്നു അപകടമുണ്ടായത്. ഏറ്റുമാനൂരിൽ പോയി വരികയായിരുന്നു ബൈക്ക് യാത്രക്കാർ. ശബരിമല ഡ്യൂട്ടി കഴിഞ്ഞു വരികയായിരുന്ന ആംബുലൻസുമാണ് കൂട്ടിയിടിച്ചത്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ഡിവൈഎഫ്ഐ പുതുപ്പള്ളി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ നടത്തി. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഈ മാസം 20-ന് നടക്കുന്ന മനുഷ്യച്ചങ്ങലയുടെ പ്രചരണാർത്ഥമാണ് കാൽനട ജാഥ നടത്തിയത്. ഇനിയും സഹിക്കണോ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യവുമായി ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ജനുവരി 20-ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടക്കുന്ന മനുഷ്യച്ചങ്ങലയുടെ പ്രചരണാർത്ഥം പുതുപ്പള്ളി ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ നടത്തി. CPM ലോക്കൽ സെക്രട്ടറി ജോൺ ബേബി ജാഥ ഉദ്ഘാടനം ചെയ്തു. തൊഴിൽ മേഖലയിലെ വേക്കൻസികളൊന്നും തന്നെ നമുക്കറിയാം, റെയിൽവേ ലക്ഷക്കണക്കിന് വേക്കൻസികളാണ് ഓരോ വർഷവും വരുന്നത്. ആ വേക്കൻസികളൊന്നും തന്നെ നികത്താതെ സാധാരണ യുവതി യുവാക്കൾക്കുള്ള തൊഴിലവസരങ്ങൾ നിഷേധിച്ചുകൊണ്ട് കരാറടിസ്ഥാനത്തിൽ ജോലിക്ക് അവരുടെ പാർശ്വവർത്തികളെ നിയമിക്കുന്ന നടപടിയാണ് നാം ഇതുവരെ കണ്ടത്. ബ്ലോക്ക് പ്രസിഡന്റ് സുജിത്ത് കുന്നംപള്ളി, നിതിൻ ചന്ദ്രൻ, ജില്ലാ കമ്മിറ്റി അംഗം പാർവതി രാജൻ, മേഖലാ പ്രസിഡന്റ് അക്കു സുജി, അതുൽ പി മോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് പുതുപ്പള്ളി കവലയിൽ പ്രതീകാത്മകമായി മനുഷ്യച്ചങ്ങലയും ഡിവൈഎഫ്ഐ തീർത്തു. മേഖലാ സെക്രട്ടറി ആകാശ് ചന്ദ്രനാണ് ജാഥ ക്യാപ്റ്റൻ. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ശമ്പളം ലഭിക്കാത്തതിനാൽ പാമ്പാടി റബ്കോ മാട്രസ് യൂണിറ്റിൽ തൊഴിലാളികൾ നടത്തുന്ന സമരം പരിഹരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചതായി സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ. കോട്ടയത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സഹകരണ സ്ഥാപനമായ പാമ്പാടി റബ്കോ മാട്രസ് യൂണിറ്റിൽ തൊഴിലാളികൾ നടത്തുന്ന സമരം ഒത്തുതീർപ്പാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചതായി സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ. കഴിഞ്ഞ 76 ദിവസമായി ശമ്പളം മുടങ്ങിയതിൽ പ്രതിഷേധിച്ചാണ് പൂർണ്ണമായും ജോലി ബഹിഷ്കരിച്ചുകൊണ്ട് തൊഴിലാളികൾ സമരം നടത്തിയത്. ഏറ്റവും ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് റബ്കോ വിപണിയിൽ എത്തിക്കുന്നതെന്നും കോവിഡ് മൂലമുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയാണ് വില്ലനായതെന്നും മന്ത്രി പറഞ്ഞു. ആവശ്യമെങ്കിൽ സർക്കാർ സഹായം നൽകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ലാഭത്തിൽ കൊണ്ടുപോയി അതിന്റെ ചെയർമാനായിരുന്ന ഘട്ടത്തിൽ 4 വർഷം ലാഭത്തിലായിരുന്നു. തൻവർഷം നെറ്റ് പ്രോഫിറ്റ് ഇല്ല, തൻവർഷം ലാഭത്തിലാക്കി മാറ്റാൻ കഴിഞ്ഞു മാട്രസ് ഫാക്ടറി. അപ്പോൾ അത് ആ തരത്തിൽ നമ്മൾ കൃത്യമായി ശ്രദ്ധിച്ച് അത് ഈ റോ മെറ്റീരിയലൊക്കെ സംഭരിക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങളൊക്കെ വരുത്തി മാർക്കറ്റ് ക്യാച്ച് ചെയ്യാനുള്ള നീക്കങ്ങളും ഒക്കെ നടത്തി ഒരു നല്ല ശ്രമമുണ്ട്. അതിപ്പോഴും തുടരുന്ന ഘട്ടത്തിൽ ഒരു ഘട്ടത്തിൽ ഈ കോവിഡും മറ്റ് അനന്തരഫലവും വന്നപ്പോൾ ഈ ഫാക്ടറിയൊക്കെ ലോക്കൌട്ട് ചെയ്യേണ്ടി വന്നു. അതിനെ തുടർന്നുണ്ടായ ഒരു പ്രത്യാഘാതത്തിലാണ് അവർക്ക് സാമ്പത്തിക പ്രതിസന്ധി വന്നത്. ഈ സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു ഇടപെടൽ ഇപ്പോൾ നടത്തി അതിൻ്റെ സ്റ്റഡി നടത്താനൊക്കെ ഒരു തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരതിനെ ശ്രമിക്കുന്നുണ്ട്. അവരെ മുന്നോട്ട് വന്നാൽ ഗവൺമെന്റ് സഹായിക്കും. റബ്കോയിലെ ഏക അംഗീകൃത തൊഴിലാളി സംഘടനയായ CITUവിന്റെ നേതൃത്വത്തിലാണ് തൊഴിലാളികൾ പണിമുടക്ക് സമരം നടത്തിയത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയത്ത് കാനം രാജേന്ദ്രൻ, അച്ഛൻ കുഞ്ഞ്, കുമാരനാശാൻ എന്നിവരെ അനുസ്മരിച്ചു. ഫിൽക്കോസിന്റെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണം. CPI സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കാനം രാജേന്ദ്രനെയും നടൻ അച്ഛൻ കുഞ്ഞിനെയും മഹാകവി കുമാരനാശാനെയും ഫിൽക്കോസ് അനുസ്മരിച്ചു. കോട്ടയം കുട്ടികളുടെ ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. ഫിൽക്കോസ് പ്രസിഡന്റ് ജോയി തോമസ് അധ്യക്ഷനായി. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, CPI ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് VB ബിനു, ജോസ് തോമസ്, ഫാദർ എമിൽ പുള്ളിക്കാട്ടിൽ, PK ആനന്ദക്കുട്ടൻ, B ഗോപകുമാർ, V വിജയകുമാർ, MG ശശിധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. അച്ഛൻ കുഞ്ഞിന്റെ ഭാര്യ അച്ചാമ്മയെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പീരുമേട്ടിൽ KSRTC ബസ് നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെട്ടു. കുമളിയിൽ നിന്നും കൊല്ലത്തേക്ക് പോകുകയായിരുന്നു വാഹനം. KSRTC ബസ് നിയന്ത്രണം വിട്ട് റോഡിൽ നിന്നും തെന്നിമാറി. പീരുമേട് കരടിക്കുഴി അയ്യപ്പ കോളേജിന് സമീപം ബുധനാഴ്ച രാവിലെ 5 മണിയോടെയാണ് സംഭവം ഉണ്ടായത്. കുമളിയിൽ നിന്നും കൊല്ലത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. വലിയ തിട്ടയ്ക്ക് മുകളിൽ വാഹനം തട്ടി താഴേക്ക് മറിയാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി. ബസ്സിലെ യാത്രക്കാർക്കാർക്കും പരിക്കില്ല. ഫയർഫോഴ്സ്, പോലീസ്, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. പള്ളിക്കത്തോട് ഗവൺമെന്റ് ITIയിൽ ആരംഭിക്കുന്ന പ്രൊഡക്ഷൻ സെന്ററിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച നടക്കും. പകൽ 11:30 നടക്കുന്ന യോഗത്തിൽ ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് പ്രൊഡക്ഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്യും. ബേക്കറി ഉൽപ്പന്നങ്ങളാണ് ഇവിടെ നിർമ്മിക്കുന്നത്. അറിയിപ്പ്
ITI ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഫിറ്റർ ട്രേഡുകളിൽ അപ്രന്റീസ്ഷിപ്പ് പരിശീലനത്തിന് ഒഴിവുണ്ട്. താൽപര്യമുള്ള ITI യോഗ്യതയുള്ളവർക്ക് www.apprenticeshipindia.gov.in എന്ന പോർട്ടലിൽ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്ത് ബന്ധപ്പെട്ട രേഖകൾ സഹിതം കോട്ടയം തിരുനക്കര മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന RI സെന്ററിൽ നേരിട്ടെത്തി ഓഫ്ലൈൻ രജിസ്ട്രേഷൻ നടത്തണം. പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് കേന്ദ്ര സർക്കാരിന്റെ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ലഭിക്കും. വിവരങ്ങൾക്ക് ഫോൺ 0481-256-1803. സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംരംഭമായ അസാപ് കേരളയുടെ കോട്ടയം പാമ്പാടി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ജനുവരി 20-21 തീയതികളിൽ ക്രിയേറ്റേഴ്സ് സയൻസ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. 3 മുതൽ 9 വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് ക്യാമ്പിൽ പങ്കെടുക്കാം. റോബോട്ടിക്സ്, കോഡിംഗ് തുടങ്ങിയ സാങ്കേതിക വിദ്യകളിലെ ബാലപാഠങ്ങൾ രസകരമായ പ്രായോഗിക പ്രവർത്തനങ്ങളിലൂടെ പരിശീലിപ്പിക്കും. വിശദവിവരങ്ങൾക്കും രജിസ്ട്രേഷനും 8921636122 8289810279 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോട്ടയം ബേക്കർ മെമ്മോറിയൽ സ്കൂളിലെ കവർച്ച, 2 പേർ പിടിയിലായത് കൊല്ലം സ്വദേശികൾ പ്രതികളെ സ്കൂളിലെത്തിച്ച് തെളിവെടുത്തു. നവകേരള സദസ് നിവേദനങ്ങളിൽ തീർപ്പുണ്ടാക്കാൻ അടിയന്തര നടപടികളെടുക്കുമെന്ന് മന്ത്രി VN വാസവൻ. കോർഡിനേഷൻ ഉറപ്പാക്കി മുന്നോട്ടു പോകണമെന്നും മന്ത്രി. വീണ്ടും അപകട പരമ്പര. പാലാ പള്ളിയാമ്പുറത്ത് ബൈക്കിൽ കാറിടിച്ച് യുവാവ് മരിച്ചു. മരിച്ചത് അമനകര സ്വദേശി ബിബിൻ. പൈകയ്ക്ക് സമീപം ബൈക്കും ആംബുലൻസും കൂട്ടിയിടിച്ച് കാഞ്ഞിരപ്പള്ളി ഇടക്കുന്നം സ്വദേശികൾക്ക് പരിക്ക്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.